നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നിയന്ത്രണങ്ങൾ ഒരു പരിധിവരെ ഗൾഫ് രാഷ്ട്രങ്ങൾ നീക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒമിക്രോൺ വകഭേദം കണക്കിലെടുത്ത് നൽകിയ ഇളവുകളെല്ലാം പതിയെ തിരിച്ചെടുക്കുകയാണ് രാജ്യങ്ങൾ. UAE-യിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം തുടർച്ചയായി 2000-ന് മുകളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാഴാഴ്ച 2366 പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ 840 പേർക്ക് രോഗം ഭേദമാവുകയും 2 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ UAE-യിൽ കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദുബായ്. വരുന്ന 10 ദിവസത്തേക്ക് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രാ ടിക്കറ്റ് കൈവശമുള്ളവർക്ക് മാത്രമേ ടെർമിനലിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുകയുള്ളൂ. പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായാണ് നിലവിൽ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡിസംബർ 29-നും ജനുവരി 8-നും ഇടയ്ക്ക് 20 ലക്ഷം യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്തേക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാലും സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും കോവിഡ് നിയന്ത്രണങ്ങൾ വീണ്ടും കൊണ്ടുവരാനുള്ള തീരുമാനത്തിലാണ് UAE അധികൃതർ. തൽക്കാലം പൂർണ്ണമായും ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറുന്നില്ലെങ്കിലും വിദ്യാലയങ്ങളിലെ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ കർശനമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. അവധി കഴിഞ്ഞ ജനുവരി 3-ന് അടുത്ത സെമസ്റ്റർ ക്ലാസുകൾ തുടങ്ങുന്നതോടെ പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. ക്ലാസുകളിൽ കുട്ടികൾ തമ്മിൽ കൂടിച്ചേരാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കാനാണ് സ്കൂൾ അധികൃതർക്ക് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കുട്ടികൾ പരമാവധി സമയം സ്വന്തം ക്ലാസ്സിൽ തന്നെ നിൽക്കുന്ന സാഹചര്യം സൃഷ്ടിക്കണം. മറ്റു ക്ലാസുകളിലെ കുട്ടികളുമായി ഇടപഴകാനുള്ള സാധ്യത ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്കൂൾ തുറന്ന ശേഷമുള്ള ആദ്യത്തെ 2 ആഴ്ച ഗ്രൂപ്പ് ക്ലാസുകളും എക്സ്ട്രാ കരിക്കുലർ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഠനയാത്രകളും പാടില്ല. സാമൂഹ്യ അകലം പാലിക്കുന്നതിനായി ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു ക്ലാസുകളുമായി അധ്യാപകരുമായും ഇടകലരാതെ ശ്രദ്ധിക്കുന്ന ബബിൾ സിസ്റ്റം പിന്തുടരാനാണ് നീക്കം. അസംബ്ലി പോലുള്ള പരിപാടികളും മൊത്തം കുട്ടികൾക്ക് നൽകാനുള്ള നിർദ്ദേശങ്ങളും ഓൺലൈൻ വഴി നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തെർമൽ സ്കാനർ പരിശോധനയ്ക്ക് ശേഷമേ കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. സാനിറ്റൈസേഷൻ സംവിധാനങ്ങൾ, ഫ്ലോർ മാർക്കിംഗ്, അകത്ത് കടക്കാനും പുറത്തു കടക്കാനും പ്രത്യേക വഴികൾ തുടങ്ങിയവയും സജ്ജമാക്കും. അവധി കഴിഞ്ഞ് തിരികെ എത്തുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് പല സ്കൂളുകളും ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമാണ് നിലവിൽ സ്കൂളിൽ പ്രവേശനം അനുവദിക്കുന്നത്. ആദ്യത്തെ 2 ആഴ്ചകളിൽ സ്കൂളിലെ ക്യാന്റീനുകളും കഫേകളും അടച്ചിടാനും സ്കൂളുകൾക്ക് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും UAE-യിൽ കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.